ഇന്ത്യയിൽ ഒരു പ്രതിഭാസം രൂപപ്പെടാൻ പോകുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കാലാവസ്ഥയുടെ ഗതി തന്നെ മാറാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഏതായിരിക്കും ആ പ്രതിഭാസം? ലോകത്തിലെ പ്രധാന കാലാവസ്ഥാ വ്യതിയാനങ്ങളൊന്നാണ് ലാനിന. പസഫിക് മഹാസമുദ്രത്തിലെ കിഴക്കൻ മധ്യഭാഗങ്ങളിലെ സമുദ്രജലത്തിൻ്റെ ഉപരിതല താപനില സാധാരണ തലത്തേക്കാൾ താഴെയാവുമ്പോഴാണ് ഈ പ്രതിഭാസം രൂപം കൊള്ളുന്നത്. എൽ നിനോ സൗത്തേൺ ഓസിലേഷൻ, അതായത് ചക്രവാളത്തിൻ്റെ തണുത്ത ഘട്ടം എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാനിന രൂപപ്പെടാൻ 70% സാധ്യതയുണ്ടെന്നാണ് US കാലാവസ്ഥാ പ്രവചന കേന്ദ്രവും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രതിഭാസം ഇന്ത്യയിൽ ശക്തമായ തണുപ്പ്, ഹിമവർഷങ്ങൾ, ശക്തമായ കാറ്റുകൾ എന്നീ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. നൂറുകണക്കിന് വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും അതിശക്തമായ ശൈത്യകാലങ്ങളിൽ പലതും ലാനിനയെ അനുബന്ധിച്ചവയായിരുന്നു എന്നാണ് പഠനങ്ങൾ പോലും സൂചിപ്പിക്കുന്നത്. ഉത്തരേന്ത്യ, ഹൈമാലയൻ മേഖലകൾ, ഉത്തര പടിഞ്ഞാറ് എന്നിവിടങ്ങളിൽ ഈ വർഷം കടുത്ത തണൽ അനുഭവപ്പെട്ടേക്കും. ശീതതരംഗങ്ങൾ, മഞ്ഞുവീഴ്ച, ചില തരത്തിൽ കൃഷിക്കും ജനജീവിതത്തിനും പോലും സ്വന്തം നിയന്ത്രണം നഷ്ടപ്പെട്ടേക്കാം. ലാനിന ചിലപ്പോഴൊക്കെ അത്രയും കനത്ത മഴയ്ക്കും കാരണമായേക്കാം. മികച്ച മഴ ലഭിച്ചാൽ കൃഷിക്കത് നല്ലതായിരിക്കും. പക്ഷേ ചിലപ്പോഴൊക്കെ ഇത് വെള്ളപ്പൊക്കങ്ങളിൽ കലാശിക്കാനാണ് ഇടയുള്ളത്. അതിനാൽ തന്നെ ഇവിടെ ഓരോ സംസ്ഥാനവും ഭൂമിശാസ്ത്ര വ്യത്യാസങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പ്രത്യാഘാതം അനുഭവപ്പെട്ടേക്കാം. ഈ വർഷം ഇന്ത്യയിൽ ശൈത്യകാലം സാധാരണ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും എന്ന് പറയുന്നത് അപരിചിതമായ കാര്യമൊന്നുമല്ല. പ്രധാനമായും ലാനിനയെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നിലനിൽക്കുമ്പോൾ ഈ വർഷം ഇന്ത്യൻ ഉപഭൂഖണ്ഡം കനത്ത തണുപ്പിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും തയ്യാറാകണം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണം പറഞ്ഞിരിക്കുന്നത്.